ആളുകൾ എത്രയാണ്. ഒരു തങ്ങളാണെന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് ഇരുന്നില്ലല്ലോ. അതേ പ്രവർത്തകർക്കിടയിൽ പടച്ച റബ്ബിന്റെ ദീനിന്റെ ഖാദിമീങ്ങൾക്കിടയിൽ ഇറങ്ങി അങ്ങ് പ്രവർത്തിച്ചല്ലോ. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ പടച്ച റബ്ബ് എല്ലാ നിലക്കുള്ള സന്തോഷം തങ്ങളുടെ മരണത്തിന് ശേഷം നൽകിയല്ലോ. എത്ര വലിയ ജനാവലിയാണ്. എന്റെ അറിവ് പ്രകാരം ആ നാട്ടുകാര് പരിസരത്തുള്ളവർ അങ്ങനെയൊരു ജനാവലിയെ മയ്യിത്തിന്റെ അരികിൽ കണ്ടില്ല എന്ന് തോന്നുന്നു. അത്രയും ആളുകൾ അവിടെ ഒരുമിച്ചു കൂടുന്നു. ആ തങ്ങളുടെ മയ്യിത്തിന്റെ ഒരു ചിത്രം ഒരാൾ എനിക്ക് അയച്ചു തന്നു. സുബ്ഹാനല്ലാഹ്, ജീവിതകാലത്ത് തങ്ങൾ അങ്ങനെ ചിരിച്ചത് ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രയും നല്ലൊരു ചിരി മയ്യിത്തായി കിടക്കുന്ന സമയത്ത് ആ മുഖത്ത് കാണുന്നു. എന്തേ കാരണം? ചെറുപ്പക്കാരാ, ഏത് സമയത്തും റബ്ബിന്റെ ദീനിന് വേണ്ടി ആലിമീങ്ങളെ കൂടെ പ്രവർത്തിച്ച സയ്യിദാണ് കേട്ടോ. പ്രവർത്തകർക്കിടയിൽ ഒരു പ്രവർത്തകനെ പോലെ ഇറങ്ങി പ്രവർത്തിച്ച സയ്യിദാണ് കേട്ടോ. പടച്ച റബ്ബ് വലിയ ബഹുമാനം കൊടുത്തുപോയല്ലോ. സർവ യുവാക്കളോട് പറയുന്നു, പടച്ച റബ്ബ് അത്ഭുതപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ രണ്ടാമത്തത്, യുവാക്കളെ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണം, ചെയ്യേണ്ടത് ചെയ്യണം. ആ റബ്ബിന്റെ പ്രീതി അതാ നേടിയെടുക്കണോ. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്. അത് എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല, എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. സുബ്ഹാനല്ലാഹ്, ശൈഖ് നജ്മുദ്ദീൻ അൽ-ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു, ആ മഹാനവരുകൾ അതാ മക്കയിൽ ഒരു വലിയ മഹാൻ മരണപ്പെട്ടു. ചരിത്രത്തിൽ കാണാം, മക്കയിൽ വലിയ മഹാൻ മരണപ്പെട്ടപ്പോൾ ആ മഹാന്റെ ജനാസയുടെ കൂടെ ശൈഖ് നജ്മുദ്ദീൻ അൽ-ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ മയ്യിത്തിന്റെ കൂടെ നടക്കുകയാണ്. ആ നാട്ടുകാരാ മയ്യത്തിനെ മറവ് ചെയ്യുകയാണ്. എന്നിട്ട് അതാ വജലസൽ മുലഖിനു യുലഖിനുഹു, തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നയാള് ഈ മഹാന്റെ മയ്യത്തിന്റെ അരികിൽ ഇരുന്ന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുകയാണ്. തൽഖീൻ ചൊല്ലിക്കൊടുക്കൽ അത് കൊളക്കേരിയിൽ മാത്രമല്ല, കൊടക് ജില്ലയിൽ മാത്രമല്ല, കർണാടകയിലോ കേരളത്തിലോ മാത്രമല്ല. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിച്ച കിതാബിൽ നിന്നുള്ളതാ വായിക്കുന്നത്. മക്കയിൽ ഒരു നല്ല മനുഷ്യൻ മരിച്ചപ്പോൾ ആ മനുഷ്യന്റെ ആ മഹാന്റെ മയ്യത്ത് മറവ് ചെയ്തപ്പോ അവിടെ ഒരാള് ഖബറിന്റെ തലഭാഗത്ത് വന്നിരുന്ന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നു. അപ്പൊ തൽഖീൻ ചൊല്ലിക്കൊടുക്കല് ഞങ്ങളുടെ നാടുകളിൽ മാത്രമല്ല, മക്കയിലും ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇരിക്കട്ടെ, ഈ തൽഖീൻ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കാത്ത മഹാനാണ്, ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കാത്ത മഹാനാണ് ശൈഖ് നജ്മുദ്ദീൻ അൽ-ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു. ആ മഹാൻ ഒരാൾ ഈ വലിയ മഹാന്റെ തലഭാഗത്തിരുന്ന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത് കണ്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന ശൈഖ് നജ്മുദ്ദീൻ അൽ-ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു ചിരിച്ചുപോയി. മഹാനവരുകളുടെ ശൈലി ചിരിക്കാതിരിക്കലാണ്. ചിരിക്കാത്ത ഒരാള് പെട്ടെന്ന് ചിരിക്കുന്നത് കാണുമ്പോൾ ആളുകൾ ചോദിക്കുമല്ലോ, ചോദിക്കാതിരിക്കില്ലല്ലോ. അടുത്തുള്ളവരെല്ലാം ചോദിച്ചു, ഇന്നേ വരെ ചിരിക്കാത്ത നിങ്ങള് എന്തേ ഇപ്പോൾ ചിരിക്കാൻ കാരണം? ശൈഖ് നജ്മുദ്ദീൻ അൽ-ഇസ്ഫഹാനി തങ്ങളെ ഉടനെ മഹാനവരുകൾ പറഞ്ഞ മറുപടി, ഇപ്പൊ പറയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ പറയാതെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ പറഞ്ഞപ്പോ വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ വന്ന് ചോദിച്ചു,
ചോദിച്ചു, എന്തേ ഇന്നേ വരെ ചിരിക്കാത്ത നിങ്ങളിപ്പോ ചിരിച്ചത്? അപ്പോഴാണ് മഹാനവരുകൾ പറയുന്നത്, ചിരിക്കാതിരിക്കുമോ? ഒരു സാധാ മനുഷ്യൻ വന്നിട്ട് വലിയ മഹാന്റെ മയ്യത്തിന്റെ തലഭാഗത്ത് ഖബറിന്റെ അരികിൽ ഇരുന്ന് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുമ്പോ സമിഅതു സാഹിബൽ ഖബരി, ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ വലിയ സ്വാലിഹായ മനുഷ്യൻ അയാൾ അവിടെ നിന്നിങ്ങനെ പറയുകയാണ്. ആ പറയുന്ന വാക്കെന്താണ്? അലാ തഅജബൂന മിൻ മയ്യിത്തിൻ യുലഖിനു ഹയ്യാ. സുബ്ഹാനല്ലാഹ്, ഖൽബ് ജീവനുള്ള ആളാണ്, കൽബിൽ കിടക്കുന്ന മഹാൻ. ആ മഹാൻ നല്ല തഖ്വയോടെ ജീവിച്ച മഹാനാണ്. ആ മഹാന് കഥാ ഖബറിൽ കിടക്കുമ്പോൾ കൽബ് ജീവനോടെ കിടക്കാണ്. ആ മഹാന് കൽബ് ചത്തുപോയിട്ടുള്ളൊരു ജീവനുള്ള മനുഷ്യൻ അതേ തലഭാഗത്ത് വന്നിട്ട് തൽക്കീൻ ചൊല്ലി കൊടുക്കുന്ന അത്ഭുതം കണ്ടിട്ട് ചിരിക്കുകയാണ് കേട്ടോ. ഓ സുഹൃത്തുക്കളെ, ജീവൻ വേണ്ടത് കണ്ണിനല്ല, ജീവൻ വേണ്ടത് കയ്യിനല്ല, ജീവൻ വേണ്ടത് കാലിനല്ല, ജീവൻ വേണ്ടത് ചുണ്ടിനല്ല, ജീവൻ വേണ്ടത് ശരീരത്തിന്റെ അവയവങ്ങൾക്കല്ല. യഥാർത്ഥത്തിൽ ജീവൻ ഉണ്ടാകേണ്ടത് അലാ വഹിയൽ ഖൽബ്, അത് മനസ്സിനാണ് കേട്ടോ. തഖ്വ ഇവിടെയാണല്ലോ ചെറുപ്പക്കാരാ, തഖ്വ മനസ്സിനാണല്ലോ ഉമ്മമാരെ, തഖ്വ മനസ്സിലാണല്ലോ, ഖൽബിനാണല്ലോ സഹോദരിമാരെ. ആ തഖ്വ എന്നിൽ ഉണ്ടാകണം, ആ പേടി നിങ്ങളിൽ ഉണ്ടാകണോ. പടച്ച റബ്ബിനെ എപ്പോഴും ഓർക്കുന്നവരാകണം. അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, ഞാൻ എന്റെ ഇന്നത്തെ വാവിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തു സജദയിലെ ആയത്തല്ലേ. ദുനിയാവിൽ പടച്ച റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ചയാളും അയാൾ ആഖിറത്തിൽ വരുമ്പോൾ പടച്ച റബ്ബിന്റെ മുന്നിൽ തലയങ്ങ് ഉയർത്തി വെക്കാൻ കഴിയുന്നില്ല. അയാള് തലയങ്ങ് താഴ്ത്തി വെക്കുകയാ. തലയങ്ങ് താഴ്ത്തി വെച്ചിട്ട് റബ്ബിനോട് പറയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വലൗ തറാ ഇദിൽ മുജ്രിമൂന നകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. കുറെ തെറ്റ് ചെയ്തിട്ടല്ലേ ഞാൻ നിന്റെ അരികിൽ വന്നിട്ടുള്ളത്. എന്നെയൊന്ന് ദുനിയാവിലേക്ക് മടക്കി തരാമോ അല്ലാഹ്? ആ ദുനിയാവിൽ പോയി ഞാൻ കുറെ നല്ലതങ്ങ് ചെയ്തിട്ട് വരാം. അല്ലാഹ് പറയാണ്, എനിക്കങ്ങനെ ഒരു നിർബന്ധമില്ല കേട്ടോ. കുറെ കാലം ദുനിയാവിൽ ജീവിക്കാൻ സമയമുണ്ടായിട്ട്, നല്ലത് ചെയ്യാൻ അവസരമുണ്ടായിട്ടോ, നല്ലത് ചെയ്യുന്നവരെ മുടക്കാൻ നോക്കി എന്നല്ലാതെ ചെയ്യുന്ന നല്ലത് കണ്ടിട്ട് ചെയ്യാത്ത നീ ഇപ്പോൾ വന്നിട്ട് നിനക്ക് വീണ്ടും ദുനിയാവിൽ കുറച്ച കാലം നല്ലത് ചെയ്യാൻ ജീവിക്കാൻ അവസരമുണ്ടെന്ന് ചോദിക്കുകയല്ലേ? വേണ്ട വേണ്ട, എനിക്ക് താല്പര്യമില്ല. വേണമെന്ന് വെച്ചിരുന്നുവെങ്കിലും എല്ലാവർക്കും ഞാൻ ഹിദായത്ത് കൊടുക്കുമായിരുന്നു. എനിക്കങ്ങനെ ഒരു നിർബന്ധമില്ലല്ലോ. എല്ലാരും സ്വർഗത്തിൽ പോകണമെന്ന നിർബന്ധം എനിക്കില്ലല്ലോ. വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ.